ഭഗവാന്റെ നമ്മൾ പോപ്പുലർലി അറിയുന്ന വയസ്സാണോ ശരിക്കുള്ള വയസ്സ്? കാരണം എനിക്കൊരിക്കലും രാധയുടെ പുറകെ നടക്കുന്ന ഒരു കൃഷ്ണനെ എനിക്ക് കുട്ടിക്കാലത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ ഭാഗവതത്തിൽ രാധയെ കണ്ടിട്ടില്ല. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു, രാധ ഒരു ലിറ്റററി ക്യാരക്ടറാണ്. രാധ ജയദേവൻ കൊണ്ടുവന്നാണ് 12-ാം നൂറ്റാണ്ടിൽ. അതിനു മുമ്പ് രാധ, ഞാൻ ഈവൻ ചില പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ രാധയെ കണ്ടുണ്ടോ സംശയമാണ്. ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റാണത്. രാധ വാസ്തവത്തിൽ അതിശക്തമായിട്ടൊരു താന്ത്രിക ബിംബ. ദേവതയാണോ ചോദിച്ചാൽ ദേവതയാണ്. പക്ഷെ അങ്ങനെ ഒരാൾ ഇവിടെ താഴിക്കോടും തലയിൽ വെച്ച് നടന്നിരുന്നോ എന്ന് ചോദിച്ചാൽ ചിന്തിക്കേണ്ടതുണ്ട്. കൃഷ്ണൻ്റെ അകത്തുള്ളൊരു ചൈതന്യത്തിനെ സ്ത്രീഭാവത്തിൽ പ്രകൃതിയെ, നമ്മൾ പുരുഷൻ്റെ ഉള്ളിലുള്ള പ്രകൃതിയെ, പ്രപഞ്ചത്തിലെ പ്രകൃതി ശക്തിയെ ഗൗഡീയ വൈഷ്ണവത്തിൽ വിളിക്കുന്ന പേരാ ശരിക്കും രാധ. അതിനെ നമ്മൾ വെറും ഒരു ഇടയ സ്ത്രീയായിട്ട്, അല്ലെങ്കിൽ വെറും ഒരു കാമുകിയായിട്ട്, ഒരു അസൂയക്കാരിയും, അല്ലെങ്കിൽ ഭഗവാനെ ഭരിക്കുന്ന നമ്മൾ ഗീതാഗോവിന്ദം വായിച്ചു കഴിഞ്ഞാൽ അമ്മ അങ്ങനെയാണ് നമുക്ക് കിട്ടുക. ശരിക്കും പരാശക്തി, ആ പരാശക്തിയെ നമ്മൾ ബിലിറ്റിൽ ചെയ്യും, താഴ്ത്തി കൊണ്ടുവന്നൊരവസ്ഥ.